വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. കൂട്ടി പറയാൻ ഡൽഹിക്കോ ബോംബെക്കോ ഒന്നും അല്ലല്ലോ പോകുന്നത്. അല്ല, നിന്ന നിൽപ്പിൽ പോകുന്നത് കണ്ടിട്ട് ചോദിച്ചത്. പൂജയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. എവിടെയാ? മേഘ ഫാൻസിലാണോ? എങ്കിൽ ഞാനും കൂടി വരാം. അയ്യോ, എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല, ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൂടെ പോകണ്ട്. അവര് ബൈക്കിൽ പോട്ടടേ. നീ വൈകിട്ട് ദത്ത വന്നിട്ട് പോയാ മതി. അല്ലെങ്കിൽ വെയിലാറട്ടെ, ഞാനും കൂടെ വരാം. നിങ്ങൾ പോയിട്ടോ മക്കളെ. ശരി, പോയിട്ട് വരട്ടെ. പോയിട്ട് ശരിയേ, പോവാം. മുത്തശ്ശി പറയുന്നുണ്ടോന്നും തോന്നരുത്. മുത്തശ്ശിക്ക് ഈടായിട്ട് കുറച്ച് പക്ഷഭേദം കൂടുതല്. പൂജ വന്നതിന് ശേഷം എന്നെ അങ്ങ് തഴഞ്ഞല്ലേ. നീ ഈ പറഞ്ഞതിന്റെ പേരാണ് കണ്ണുകടി. ആ കുട്ടി വന്നു കയറിയതല്ലേ, അപ്പൊ അവക്കൊരു സങ്കടം തോന്നാൻ പാടുണ്ടോ? നീ എന്റെ സ്വന്തമല്ലേ. വേണ്ട വേണ്ട വേണ്ട, അധികം പുന്നാരൊന്നും വേണ്ട. അല്ലെങ്കിലും അവള് വന്നതിന് ശേഷം മുത്തശ്ശിക്ക് ആരെയും വേണ്ട. അതെ, വേണ്ട. വൈകിട്ടെ നിന്റെ ഭർത്താവ് പോലീസുകാരൻ വരുമ്പോ ഒരു പരാതി എഴുതി കൊടുക്ക. നടപടി എന്താന്ന് വെച്ചാ ഞാൻ അനുഭവിച്ചോളാം. എന്താ പോരെ? കുശുമ്പി ഈ മുത്തശ്ശി. हे सिकंदर, चुप रहो, तुम मुझे नहीं जानते. मैं मैं 10 मिनट के बाद कॉल करता हूं. നീ എന്താ ഇവളെ കൊണ്ടാക്കാമെന്നാണോ? എന്നാ പിന്നെ പറഞ്ഞാ മതിയായിരുന്നല്ലോ, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോരില്ലേ? നീ വെറുതെ ബുദ്ധിമുട്ടി. ഓ സാരമില്ല, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഞാനങ്ങ് സഹിച്ചു. എന്നാ പിന്നെ പൂജ ഇവിടെ നിൽക്കട്ടെ, നീ പൊയ്ക്കോ. അങ്ങനെ ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇത്രയും കാലം ഇവിടെ എൻ്റെ കൂടെ ജീവിച്ചതല്ലേ. അതിന് അല്ല, എനിക്കുണ്ടല്ലോ ചില ഉത്തരവാദിത്തങ്ങൾ. അതല്ല നീ ഭംഗിയായി നിർവഹിച്ചല്ലോ. അതിലെനിക്ക് നിന്നോട് തീർത്താ തീരാത്ത കടപ്പാടുമുണ്ട്. നീ ആയതുകൊണ്ടല്ലേ എന്റെ പെണ്ണിനെ ഒരു പരിക്കൂല്ലാതെ ഇങ്ങനെ തിരിച്ചേൽപ്പിച്ചത്. നീ എന്ന് ആദ്യമായി ഇവനോട് തുറന്നു പറഞ്ഞില്ലേ നീ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന്. അന്ന് ഇവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. സത്യം പറഞ്ഞ പാവം തോന്നിപ്പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മുടെ 3 വർഷത്തെ പ്രണയം നീ ഒളിപ്പിച്ചു വെച്ചത്. എനിക്കെന്ന് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ ഇമേജ് ആയിരുന്നു വലുത്. പക്ഷേ ഇപ്പൊ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നീയും എൻ്റെ കുഞ്ഞും കഴിഞ്ഞേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. പൂജ, നീ വാ, നമുക്ക് പോവാം. വാ. ആ പിടിക്കവനെ.
പിടിച്ച് കേട്ടോടവനെ. വാടാ ഇവിടെ. വിട്. വിടാ. വാടാ ഇങ്ങോട്ട്. ചതിക്കായിരുന്നല്ലേ? കാണിച്ചതാടാ. ഇങ്ങോട്ട്. മോനെ മോനെ ഷാനു, കൊണ്ടുപോടോ. മോനെ നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഇവന് നിങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? സാധാരണ പോലീസുകാർ പ്രതികളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അങ്ങോട്ട് തന്നെ. പ്രതിയോ? അതിന് ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞാൽ മതി. അതല്ലല്ലോ സാറേ അതിന്റെ നിയമം. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രതിയോടോ ബന്ധുക്കളോടോ എന്ത് കുറ്റമാ ചെയ്തതെന്ന് പറയണമല്ലോ. അതല്ലേ അതിന്റെ ചട്ടം. ചട്ടവും നിയമൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കല്ലേ? അതങ്ങനെ സ്ഥിരം കുറ്റവാളികളല്ലേ? കൊണ്ടുപോകല്ലേ സാറേ? സാറേ സാറേ കൊണ്ടുപോകല്ലേ സാറേ? സാറേ മോനെ വിട് സാറേ. സാറേ അവനെ വിട് സാറേ. എടാ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ മോനെ നോക്കിക്കൊണ്ടിരിക്കാതെ വീട്ടിൽ പോടാ. മോനെ മോനെ ഷാനു. മോനെ മോനെ പോകല്ലേടാ മോനെ ഷാനു. മോനെ ഷാനു. സമാധാനമായല്ലോ. എന്റെ ചെക്കനെ പാല വിരിച്ചു പിടിച്ചു കൊടുത്തതല്ലേ? നോക്കിക്കോ ഇതിന്റെ ഫലം എന്താണെന്ന്. ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എന്നാലും പൂജ, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല.